Hello everyone, welcome to Disha Academy. അപ്പോൾ നമ്മുടെ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 2025 ഏറ്റവും അടുത്ത് ആദ്യം വരാൻ പോണ എക്സാം എന്ന് പറയുന്നത് RRBയുടെ എക്സാം ആണ്. അപ്പൊ എന്താണ് RRB എന്ന് വെച്ചാൽ റീജിയണൽ റൂറൽ ബാങ്ക് എന്നാണ് അല്ലെ. RRB എന്ന് വെച്ചാൽ റീജിയണൽ റൂറൽ ബാങ്ക്. കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം കേരള ഗ്രാമീൺ ബാങ്കിലേക്കുള്ള PO ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസും അതിന്റെ നോട്ടിഫിക്കേഷൻസും ഒക്കെയാണ് ആദ്യം നമുക്ക് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇനി ആദ്യം എഴുതാൻ പോകുന്ന എക്സാമും അതുകൊണ്ട് RRBയുടെ എക്സാം ആവാം. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഇയറിലെ ബാങ്ക് എക്സാമിന്റെ ജേർണി നമുക്ക് RRB എക്സാമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക. അപ്പൊ നമുക്ക് RRB എക്സാംസ് ഏതൊക്കെയാണ് എക്സാംസ്, എന്നാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അതിന്റെ ഒരു സിലബസ് കാര്യങ്ങളും എന്താണ് എക്സാം പാറ്റേൺ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ IBPS RRB കലണ്ടർ അനുസരിച്ച് 2025 IBPS ആണ് കേട്ടോ RRB എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. IBPS തന്നെയാണ്. അപ്പൊ നമുക്ക് RRBയുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഓഫീസർ സ്കെയിൽ 1ഉം ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റും ആണ് കേട്ടോ. ഓഫീസർ സ്കെയിൽ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ PO എന്ന് പറഞ്ഞ പോസ്റ്റ് ആണ്, പ്രൊഫഷണറി ഓഫീസർ ആണ്. അതുപോലെ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ക്ലറിക്കൽ പോസ്റ്റും ആണ്. അപ്പം നമുക്ക് രണ്ട് എക്സാം ആണ് ഉള്ളത്. പ്രിലിമിനറി എക്സാമിനേഷനും ഉണ്ട്, മെയിൻസും ഉണ്ട്. അപ്പൊ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിൽ ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ജൂലൈ 27, ഓഗസ്റ്റ് 2, ഓഗസ്റ്റ് 3 ഡേറ്റുകളിലായിട്ടാണ് കേട്ടോ. അപ്പം 27 ജൂലൈ, ഓഗസ്റ്റ് 2, ഓഗസ്റ്റ് 3 ആണ് നമുക്ക് പ്രിലിംസ് ഉണ്ടായിരിക്കുന്നത് ഓഫീസർ സ്കെയിൽ 1. അപ്പം RRB PU എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. അതുപോലെ അതിന്റെ മെയിൻസ് എക്സാം വരുന്നത് നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് കേട്ടോ. സെപ്റ്റംബർ 13 നമുക്ക് RRBയുടെ പ്രൊഫഷണറി ഓഫീസറിന്റെ മെയിൻസ് എക്സാമിനേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റ് 13 ഓഗസ്റ്റിനാണ് നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഉള്ളത് ഒരു ഡേറ്റ്. അതുപോലെ സെപ്റ്റംബർ 6, സെപ്റ്റംബർ 7 ദിവസങ്ങളിലായിട്ടായിരിക്കും, 3 ദിവസത്തിലായിരിക്കും പ്രിലിംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ കലണ്ടർ അനുസരിച്ച് ഡേറ്റ് എല്ലാം നേരത്തെ ഫിക്സ്ഡ് ആണ്. അതുപോലെ മെയിൻസ് എക്സാമിനേഷൻ വരുന്നത് നവംബർ ആണ്. സെപ്റ്റംബർ കഴിഞ്ഞ് നമുക്കൊരു 2 മന്ത്സ് കിട്ടുന്നുണ്ട്. നവംബറിലാണ് എന്ത് എക്സാം വരുന്നത്, മെയിൻസ് എക്സാമിനേഷൻ വരുന്നത്. RRB ക്ലറിക്കൽ പോസ്റ്റിന്റെ എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത് നമുക്ക് IBPS RRBയുടെ പോസ്റ്റുകളെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഫീസർ സ്കെയിൽ 1 എന്നൊക്കെ കേൾക്കുമ്പോൾ ചില കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് ക്ലിയർ ആക്കി പറയാം. പ്രൊബേഷണറി ഓഫീസർ IBPS RRBയുടെ ഏറ്റവും നല്ലൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊബേഷണറി ഓഫീസറിന്റെ പോസ്റ്റ് ആണ്. അതാണ് ഓഫീസർ സ്കെയിൽ 1 എന്ന് പറഞ്ഞ പോസ്റ്റ് കേട്ടോ. അതുപോലെ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ആണ് ക്ലറിക്കൽ പോസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഉണ്ട് എല്ലാ ബാങ്കിലും. POയും ക്ലർക്കും കൂടാതെ SO പോസ്റ്റുകളും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ SO പോസ്റ്റും സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന്റെ പോസ്റ്റുകളും എവിടെയുണ്ട്, IBPS RRBയിലുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാം. POയ്ക്കും ക്ലർക്കിനും ഒരുപോലെ നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. ക്ലർക്കിന് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് POയും, അതുപോലെ PO എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ക്ലറിക്കൽ എക്സാമും രണ്ടും നിങ്ങൾക്ക് യൂസ് ആവുന്നതാണ്. അപ്പൊ രണ്ട് എക്സാമിനും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇനി ഈ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ദിശ അക്കാഡമി ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SSCയുടെ RRBയുടെയും പോലെ തന്നെ ബാങ്കിന്റെ കോഴ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതിലുണ്ട്. സോ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, ഓഫ്ലൈൻ കോഴ്സ് ആണ് വേണ്ടെങ്കിൽ കൊല്ലം, കൊട്ടാരക്കര, തൃശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം സെന്ററുകളിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, ഏതൊക്കെയാണ് ഏജ് ലിമിറ്റ്, അപ്പൊ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. എനി ഗ്രാജുവേഷൻ ഉള്ള ആർക്കും, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആർക്കും ഈ എക്സാമുകളെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഗ്രാമീൺ ബാങ്ക് ആണ്. ഇപ്പൊ കേരളത്തിൽ എക്സാം എഴുതുന്നവർക്ക് അറിയാം, ഗ്രാമീൺ ബാങ്ക് ആവുമ്പോഴത്തേക്കും ആ ഒരു ലോക്കൽ ലാംഗ്വേജ്, അപ്പൊ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഒരാൾക്ക് മലയാളം അറിയത്തില്ലെങ്കിൽ നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൊഫിഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് നോക്കും. അപ്പൊ നമ്മൾ മലയാളീസ് ആണ്, നമ്മുടെ 10th സർട്ടിഫിക്കറ്റിൽ നമ്മൾ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, കേരള ഗ്രാമീൺ ബാങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്.
സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ആ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റണം. ഓക്കെ, അപ്പൊ പ്രൊഫിഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ബാങ്ക് എക്സാമിന് മാത്രം അത് നോക്കുന്നുണ്ട്. ഗ്രാമീൺ ബാങ്ക് ആണ്, അതായത് നമ്മൾ ജനങ്ങളുമായിട്ട് കൂടുതൽ ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള പോസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ലോക്കൽ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ വർക്കിംഗ് നോളജ് ബാങ്ക് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഉള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയുന്നില്ല. പിന്നെ ഇനി ഏതൊക്കെ വയസ്സ് വരെ അപ്ലൈ ചെയ്യാം? എല്ലാ എക്സാമിന്റെയും PO പോസ്റ്റ് പോലെ തന്നെ നമുക്ക് 18 to 30 18 മുതൽ 30 വയസ്സ് വരെ ഈ ഒരു പോസ്റ്റിൽ PO ആണെങ്കിൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിൽ 28 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ 18 to 28 ഇയേഴ്സിന് ഏജിനകത്തുള്ളവരാണെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റും 18 to 30 ആണെങ്കിലും PO പോസ്റ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST ആണെങ്കിൽ 5 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ 3 ഇയേഴ്സിന്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് POയും 18 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ക്ലറിക്കൽ പോസ്റ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതെല്ലാം ക്വാളിഫിക്കേഷൻ ഓക്കെയാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യാനൊക്കെ തീരുമാനിച്ചു, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യും. അപ്പൊ അതിനു മുന്നേ എന്താണ് ചെയ്യേണ്ടത്? അതിനു മുമ്പേ നിങ്ങൾ മനസ്സിലാക്കേണ്ട എക്സാമിന്റെ സ്ട്രക്ചർ. നിങ്ങൾ ഏതെല്ലാം കടമ്പകളിലൂടെ പോകേണ്ടി വരും? IBPS RRB POയുടെ ജോബ് പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം പഠിക്കേണ്ടി വരും? അത് ഡീറ്റെയിൽ അറിയണം. എക്സാം പാറ്റേൺ ഒറ്റ എക്സാം ആണോ, അത് 2 എക്സാം ഉണ്ടോ, ഇന്റർവ്യൂ ഉണ്ടോ, ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. IBPS RRB PO ആണെങ്കിൽ, റൂറൽ ബാങ്കിന്റെ POയുടെ എക്സാം ആണെങ്കിൽ പ്രിലിമിനറി എക്സാം ആണ് ഫസ്റ്റ് സ്റ്റേജ്, ദെൻ മെയിൻസ് എക്സാം, ദെൻ ഇന്റർവ്യൂ. ഓക്കെ, അങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടായിരിക്കും IBPS RRB PO കണ്ടക്ട് ചെയ്യുന്നത്. ഇനി IBPS RRBയുടെ ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിലോ പ്രിലിമിനറി എക്സാമിനേഷൻ, ദെൻ മെയിൻസ് എക്സാമിനേഷൻ, ഇന്റർവ്യൂ ഇല്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 2 സ്റ്റേജസ് ആണ് നിങ്ങൾ പാസ് ചെയ്യേണ്ടത്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ? എക്സാം സ്ട്രക്ചർ ക്ലിയർ ആണ്. ഇനി പ്രിലിംസിന് എന്തൊക്കെയുണ്ട്, മെയിൻസിന് എന്തൊക്കെയുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. എക്സാം പാറ്റേൺ നോക്കാം. പ്രിലിംസ് എക്സാം ആണെങ്കിൽ, പ്രിലിമിനറി എക്സാം ആണെങ്കിൽ നിങ്ങൾ റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും മാത്രം പഠിച്ചാൽ മതി. റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും മാത്രം പഠിച്ചാൽ മതി. റീസണിങ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്കാണ്. റീസണിങ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്കാണ്. ഓക്കെ ആണല്ലോ? റീസണിങ് 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് 40 മാർക്കാണ്. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. 25 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സമയം. 25 മിനിറ്റ്സിൽ നിങ്ങൾ 40 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. 40 മാർക്കിനുള്ള എക്സാം ആണ്. അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി ആണെങ്കിലും 40 ക്വസ്റ്റ്യൻസ് ആണ്, 40 മാർക്കാണ്. 20 മിനിറ്റ്സേ ഉള്ളൂ, 20 മിനിറ്റ് ഉള്ളൂ. മാക്സിമം ടൈം ഇത്തിരി കുറവാണ് അല്ലെ? അങ്ങനെ 45 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 80 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 80 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. 80 മാർക്കിനുള്ള എക്സാം ആണ്. അപ്പൊ 80 മാർക്കിന്റെ എക്സാം ആണ് പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. അവിടെ റീസണിങ് ന്യൂമറിക്കൽ എബിലിറ്റി മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ ഷെഡ്യൂൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, പ്രിലിംസ് കഴിഞ്ഞ് വലിയ ഗ്യാപ്പ് ഇല്ലാതെ മെയിൻസ് ഉണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിലിംസിനാണോ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റൗണ്ട് മെയിൻസിനും കൂടെ പ്രിപ്പയർ ചെയ്ത് ഒരു മെയിൻസ് എക്സാമിനേഷന് വേണ്ടി തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. മെയിൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വേണം പ്രിലിംസും കൂടെ ഓക്കെ ആക്കാൻ. ഒരു ലാസ്റ്റ് കുറച്ച് ദിവസം റീസണിങ് ന്യൂമറിക്കൽ എബിലിറ്റി മാത്രം നോക്കിയാൽ മതി. ഓക്കെ, എക്സാം അടുപ്പിച്ച് വരുമ്പോൾ, കാരണം പ്രിലിംസ് ക്ലിയർ ചെയ്യാതെ മെയിൻസിലോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും മെയിൻസും കൂടെ നോക്കിയിട്ട് വേണം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് നമ്മുടെ എക്സാം പാറ്റേൺ മെയിൻസിന് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് റീസണിംഗ് ഉണ്ട് 40 ക്വസ്റ്റ്യൻ, നേരത്തെ പോലെ 40 ക്വസ്റ്റ്യൻ റീസണിങ്ങിനുണ്ട്. 50 മാർക്കാണ്. പക്ഷെ 50 മാർക്കാണ്. ചില ക്വസ്റ്റ്യൻസിന് എക്സ്ട്രാ മാർക്സ് ഉണ്ട് അല്ലെ? അങ്ങനെ 30 മിനിറ്റ് ടൈം ഉണ്ട്. അപ്പൊ 30 മിനിറ്റ്, നേരത്തെ 25 മിനിറ്റ് ആണെങ്കിൽ ഇപ്പൊ 30 മിനിറ്റ് കൊണ്ടാണ് റീസണിങ് അറ്റൻഡ് ചെയ്യേണ്ട. 50 മാർക്കിന്റെ എക്സാം ആണ്. പിന്നെ ജനറൽ അവയർനെസ് ഉണ്ട്. ജനറൽ അവയർനെസ് ഉണ്ട്. ബാങ്കിങ് അവയർനെസ് നിങ്ങൾക്ക് അറിയില്ല. ബാങ്കിങ് അവയർനെസ്സും ജനറൽ അവയർനെസ്സും കൂടി ചേർന്ന് ബാങ്ക് എക്സാമിന്റെ ജനറൽ അവയർനെസ് ഉണ്ട്. 40 ക്വസ്റ്റ്യൻ ആണ്, 40 മാർക്കാണ്. അതിന് 15 മിനിറ്റ് മതി. ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ചെയ്തൊന്നും നോക്കണ്ടല്ലോ. സോ 15 മിനിറ്റ് തന്നെ ധാരാളമാണ്. 15 മിനിറ്റിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി ആണെങ്കിലും 40 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്കാണ്, 30 മിനിറ്റ് തന്നെയാണ് സമയം. റീസണിങ്ങിന്റെ സെയിം 40 ക്വസ്റ്റ്യൻസ് 50 മാർക്ക് 30 മിനിറ്റ്സ്. ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ്. 40 ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ 40 മാർക്ക് ഉണ്ട്, 30 മിനിറ്റ് ആണ്. ഓക്കെ, അതുപോലെ കമ്പ്യൂട്ടർ. ഓക്കെ, ശ്രദ്ധിച്ചേക്ക. മെയിൻസ് എക്സാമിന് IBPS RRBയുടെ മെയിൻസ് എക്സാമിന് 40 ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം
മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് 20 ആണ്. ഇത് ഒരു ക്വസ്റ്റിന് 1/2 മാർക്ക് വെച്ചിട്ട് 20 മാർക്സ് കമ്പ്യൂട്ടറിനുണ്ട്. അപ്പൊ 50 മാർക്കിന്റെ റീസണിങ്, 50 മാർക്കിന്റെ മാത്സ്, 40 മാർക്കിന്റെ ജനറൽ അവയർനെസ്, 40 മാർക്കിന്റെ ഇംഗ്ലീഷ്, 20 മാർക്കിന്റെ കമ്പ്യൂട്ടർ. ടോട്ടൽ 200 മാർക്സ് 2 അവർ. 2 മണിക്കൂർ കൊണ്ട് 200 മാർക്കാണ് നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ അവിടെ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഡേറ്റുകൾ ക്ലിയർ ആണ്, എക്സാം പാറ്റേൺ മനസ്സിലായി, RRB കണ്ടക്ട് ചെയ്യുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്തിട്ടല്ല ഒരിക്കലും എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. 2025 ഇനി ബാച്ച് എക്സാമുകളെല്ലാം ഇങ്ങനെ കിടക്കുക. അപ്പൊ ഇന്ന് മുതൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ നാളത്തേക്ക് വെക്കാതിരിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല സ്കോർ ചെയ്യുക. ഓക്കെ, ഈ 2025 തന്നെ നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എത്തട്ടെ. ഓക്കെ, പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസ് അല്ലെങ്കിൽ ക്ലറിക്കൽ അല്ലെങ്കിൽ PO എന്താണോ നിങ്ങളുടെ എയിം അവിടെ എത്താൻ കഴിയട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ.